ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കണല്ലോ. ഞാനും സുഖമായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നത് ഒരു വ്ളോഗോ അല്ലെങ്കിൽ കുക്കിങ്ങിനെ പറ്റിയോ മോട്ടിവേഷനോ അങ്ങനെയല്ല, യൂട്യൂബിനെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ്. എനിക്ക് ഒരുപാട് അറിവില്ല, എന്നാലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറഞ്ഞു തരാം. അപ്പം എല്ലാവരും യൂട്യൂബ് തുടങ്ങുന്നത് ഒരേ ഒരു ലക്ഷ്യം കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. കുറച്ച് ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട്, ടൈം പാസിനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഹോബിയാണ് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുക എന്ന്. പക്ഷേ 99% ആൾക്കാരും ചെയ്യുന്നത് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏകദേശം പേരും യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. യൂട്യൂബ് ഇപ്പം നിലവിലുള്ളവർക്കും നമ്മൾ ഓരോ യൂട്യൂബേഴ്സും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. യൂട്യൂബിൽ ഫസ്റ്റ് നമുക്ക് അത് മോണിറ്റൈസേഷൻ ചെയ്തെടുക്കുക, മോണിറ്റൈസ് ആക്കി എടുക്കുക എന്നുള്ളതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1000 സബും 4000 വാച്ച് അവറുമാണ്. അപ്പോൾ അത് വിത്തിൻ 1 ഇയറിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ ഇങ്ങനെ ഇതൊക്കെ നമ്മൾ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ടന്റ് ആണ്. നമ്മൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും. ഒരുപാട് ആൾക്കാർ പല രീതിയിൽ, നമുക്ക് ഏത് മേഖലയിലാണോ നമുക്ക് അറിവ് കൂടുതലുള്ളത് ആ മേഖലയെ കുറിച്ചുള്ള നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. പടം വരയ്ക്കാൻ അറിയാവുന്നവരുണ്ട്, അതായത് ഡ്രോയിങ് അറിയാവുന്നവരുണ്ട്, പിന്നെ പാചകങ്ങൾ അറിയാവുന്നവരുണ്ട്, മോട്ടിവേഷൻ അറിയാവുന്നവരുണ്ട്, പിന്നെ വ്ളോഗുകൾ ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ ഓരോ ആൾക്കാർക്കും ഇഷ്ടമുള്ള മേഖലയിൽ അവർ ഒരുപാട് വീഡിയോസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. മറ്റൊരാൾ ചെയ്യുന്ന വീഡിയോസ് തന്നെ നമുക്ക് എടുത്ത് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുണ്ടാവില്ല. അപ്പം നമുക്ക് അവിടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അറിവുള്ള മേഖലകളിൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മേഖലകൾ നമ്മൾ തിരഞ്ഞെടുത്ത് അതിൽ കൂടുതൽ നമ്മൾ അതിനെ പഠിച്ചതിന് ശേഷം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു റീച്ച് കിട്ടും. ഇപ്പം നമുക്ക് ആദ്യമൊക്കെ നമുക്ക് വീഡിയോസിന് റീച്ച് ഉണ്ടാവില്ല. അപ്പം നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് തുടർച്ചയായിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഒരു 6 മാസം നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്ലോഡ് ശേഷം പിന്നീട് നമുക്ക് ആഴ്ചയിൽ ഒരു 3 വീഡിയോയോ 2 വീഡിയോ ഇങ്ങനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാം. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഫസ്റ്റ് നമ്മൾ 6 മാസം തന്നെ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാം. നമ്മൾ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ വീഡിയോസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഓരോ വീഡിയോയും ഇപ്പം കുറഞ്ഞത് ഇത്ര മിനിറ്റ് എന്നുണ്ട്. ഇപ്പം നമുക്ക് അത് മോണിറ്റൈസേഷൻ ചെയ്തെടുക്കണമെങ്കിൽ ഓരോ വീഡിയോയും കുറഞ്ഞത് 8 മിനിറ്റ് വേണം എന്നാണ് പൊതുവിലുള്ള ഒരു കണ്ടെത്തൽ. 8 മിനിറ്റ്, കുറഞ്ഞത് 8 മിനിറ്റ് വേണം. ഫസ്റ്റൊക്കെ നമുക്ക് 8 മിനിറ്റ് ഒന്നും കിട്ടില്ല. പിന്നീട് ആദ്യം 2 മിനിറ്റോ 5 മിനിറ്റോ ഇങ്ങനെ ആക്കി പിന്നീട് നമ്മൾ കുറഞ്ഞതൊരു 8 മിനിറ്റിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. പിന്നീട് നമുക്കത് മാക്സിമം കൂട്ടി അതിൻ്റെ മണിക്കൂറുകൾ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വാച്ച് അവർ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സമയം, അതായത് നമുക്ക് മോണിറ്റൈസേഷൻ ആവണമെങ്കിലും ആയിക്കഴിഞ്ഞാലും കുറഞ്ഞത് ഒരു 8 മിനിറ്റത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ അതിലേക്ക് കുറച്ചൊന്ന് ഇൻവോൾവ് ആവേണ്ടി വരും. നമ്മൾ ഒരുപാട് ജോലിയുള്ള ആൾക്കാരുണ്ടാവാം, പിന്നെ വീട്ടമ്മമാരുണ്ടാവാം. അവരുടെ എല്ലാം ജോലികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. കുറച്ച് സമയം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അതിലേക്ക് വേണ്ടിയിട്ട് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും യൂട്യൂബിൽ വിജയിക്കാം. അതിൽ നിന്നും തീർച്ചയായിട്ടും കുറച്ച് വരുമാനം നമുക്ക് നേടിയെടുക്കാനും സാധിക്കും. ഒരുപാട് ആൾക്കാർ യൂട്യൂബിലേക്ക് വരണം. സത്യം, ഒരുപാട് ആൾക്കാർ യൂട്യൂബിലേക്ക് വരണം. യൂട്യൂബിലേക്ക് വരുമ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്നും ഓരോ വീഡിയോയ്ക്കും നമുക്ക് പൈസ കിട്ടുന്നത് അതിൽ വരുന്ന പരസ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പൈസ കിട്ടുന്നത്. അപ്പം കൂടുതൽ ആൾക്കാർ യൂട്യൂബിലോട്ട് വരുമ്പോൾ അവിടെ കൂടുതൽ പരസ്യ കമ്പനികൾ വരുമ്പോൾ എന്ത് ചെയ്യും, ഒരുപാട് സാധാരണ യൂട്യൂബേഴ്സിന് അവർക്ക് അതിൻ്റെതായ നേട്ടങ്ങളുണ്ടാവും. അപ്പം പരസ്യങ്ങളും ഒരു മെയിൻ ഘടകമാണ്. അപ്പം എല്ലാവരും, അതായത് മാക്സിമം ആൾക്കാർ യൂട്യൂബിലേക്ക് വീഡിയോസൊക്കെ ഇടുക, അപ്ലോഡ് ചെയ്യുക, അത് സക്സസ് ആക്കുക. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് സക്സസ് ആയി കിട്ടിയില്ലെങ്കിലും കുറച്ച് താമസം എടുക്കും. ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കുക. വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം, എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലും നമുക്കത് സാരമില്ല. അടുത്ത ദിവസമൊക്കെ നമുക്ക് കറക്റ്റ് ടൈം വെച്ച് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്.
അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ. നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടും വാച്ച് അവർ ഒന്നും കംപ്ലീറ്റ് ആവാതെ കറക്റ്റ് ടൈമിൽ ചാനൽ മോണിറ്റൈസ് ആവാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് 1-2 ട്രിക്കുകളും കൂടെ ഉണ്ട്. അത് ഇനി വരും വീഡിയോകളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം ആരും അങ്ങനെ നമുക്ക് അയ്യോ വാച്ച് അവർ ആയില്ല അല്ലെങ്കിൽ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റിയില്ല എന്നുള്ള വിഷമവും ടെൻഷനൊന്നും വേണ്ട. നമുക്ക് കറക്റ്റ് ടൈമിന് തന്നെ അത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതിൻ്റെ വീഡിയോസ് ഞാൻ ഇനി അടുത്തൊരു അതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇനി ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം എല്ലാവരും പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആക്കി എടുക്കുക. ഒരു വർഷത്തിനുള്ളിൽ, ഒരു വർഷം കഴിഞ്ഞാലും നമുക്ക് ഫസ്റ്റ് വരുന്ന നമ്മൾ ആദ്യം ചെയ്ത വീഡിയോസിൻ്റെ വാച്ച് അവർ മാത്രമേ കുറയുള്ളൂ. അല്ലാതെ മൊത്തത്തിൽ വീഡിയോസിൻ്റെ വാച്ച് അവർ ഒന്നും കുറയില്ല. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ചാനൽ തുടങ്ങുന്ന നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ കറക്റ്റ് ടൈമിന് വാച്ച് അവർ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മൊത്തം വാച്ച് അവറും കട്ടായി പോകുന്ന എല്ലാവരുടെയും ധാരണ. പക്ഷെ അങ്ങനെയല്ല, ഫസ്റ്റ് വീഡിയോസിൻ്റെ അങ്ങനെ വാച്ച് അവർ കുറഞ്ഞു വരത്തുള്ളൂ. അപ്പം എല്ലാവർക്കും ഒരു വർഷത്തിനുള്ളിൽ തന്നെ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ ഓരോന്നിനും അപ്ലോഡ് ചെയ്യേണ്ട കൃത്യസമയത്ത് തന്നെ ചെയ്യുക. പിന്നെ നമുക്ക് ഏത് ഇതിലാണോ കൂടുതൽ നമുക്കത് മേഖലയിലോട്ട് നമുക്ക് ഇറങ്ങിച്ചെന്ന്, അതായത് കൂടുതൽ നമുക്ക് അറിവുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ അതിലേക്ക് വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഏതൊരാളും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീഡിയോസ് യൂട്യൂബിൽ ഇടുമ്പോൾ ചെയ്യേണ്ട ഈ 2-3 കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുക. പിന്നെ അതിലെ കണ്ടന്റ് നോക്കുക. പിന്നെ കൃത്യമായിട്ട്, അതായത് അതാണ് കറക്റ്റായിട്ട് വീഡിയോസൊക്കെ ഇടുക, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക. ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് യൂട്യൂബിൽ സക്സസ് ആവാൻ പറ്റും. അതിൽ നിന്ന് ഒരു ഏണിങ്സും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും സാധിക്കട്ടെ. 1-2 വീഡിയോസ് നമുക്ക് റീച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കടപ്പെട്ട് വീഡിയോസ് ഒന്നും വൈൻഡപ്പ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ യൂട്യൂബ് മതിയാക്കി പോകേണ്ട കാര്യമൊന്നുമില്ല. നല്ല രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്നെങ്കിലും ആ വീഡിയോസ് കുറച്ച് ദിവസം നമ്മളിങ്ങനെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുമ്പോൾ യൂട്യൂബ് തന്നെ നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പം നമ്മുടെ വീഡിയോസ് പിന്നെ റീച്ച് വന്നോളും. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും വീഡിയോസൊക്കെ ഇട്ട് യൂട്യൂബിൽ, അതുപോലെ തന്നെ നമുക്ക് സബ് കൂടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഷോർട്സുകൾ അപ്ലോഡ് ചെയ്യുക. ഷോർട്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സബ്ബുകൾ കൂടും. വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് വാച്ച് അവറും കംപ്ലീറ്റ് ആക്കി ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെയാണ് എന്ന് തോന്നുന്നു. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാകട്ടെ. യൂട്യൂബിൽ എല്ലാവർക്കും നല്ല രീതിയിലുള്ള വീഡിയോസും നല്ല കണ്ടന്റും അതിനനുസരിച്ചുള്ള സമയത്തിലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള കഴിവും ഭാഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും എല്ലാവർക്കും